ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ തന്ത്രി മോഹനർക്കെതിരെയും അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റാരോപിതൻ മാത്രമായ രാജീവർക്കെതിരെയും ഇദ്ദേഹം കുറ്റവാളി എന്ന ചിത്രീകരണമാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. പ്രസ്താവന പിൻവലിച്ച് 3 ദിവസത്തിനുള്ളിൽ പൊതുസമക്ഷം അദ്ദേഹം മാപ്പ് പറയാത്ത പക്ഷം അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. താഴവൺമഠത്തിൽ നിന്നും ശബരിമല തന്ത്രാവകാശം എടുത്തുമാറ്റണമെന്ന മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് ഇന്ന് മറുപടി പറയുകയാണ് തന്ത്രിമണ്ഡലം. തന്ത്രിമണ്ഡലത്തിന്റെ വ്യക്തമായ തീരുമാനം വളരെ ആക്ഷേപകരമായ രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. പ്രസ്താവന പിൻവലിച്ച് 3 ദിവസത്തിനുള്ളിൽ പൊതുസമക്ഷം അദ്ദേഹം മാപ്പ് പറയാത്ത പക്ഷം അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ തന്ത്രി മോഹനർക്കെതിരെയും അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റാരോപിതൻ മാത്രമായ രാജീവർക്കെതിരെയും ഇദ്ദേഹം കുറ്റവാളി എന്ന ചിത്രീകരണമാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. ദേവസ്വം മാനുവൽ ചട്ടപ്രകാരം പാരമ്പര്യ അവകാശമായും കാരാന്മാവകാശമായും ലഭിക്കുന്ന മന്ത്രിസ്ഥാനം ദേവസ്വം ബോർഡിൻ്റെ നിയമനാധികാരത്തിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞതിൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ നിങ്ങൾക്കെല്ലാവർക്കും വളരെ വ്യക്തമാകുന്നതാണ്. കേരളത്തിൻ്റെ PSCയുടെ ചെയർമാനായിട്ടിരുന്ന ഒരു വ്യക്തി ഈ ദേവസ്വം മാനുവലിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാതെ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തിന് ഭൂഷണമല്ല. ഇദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെയാണോ BJPയുടെ നിലപാടെന്നുള്ളത് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണമെന്ന് തന്ത്രിമണ്ഡലം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.